രാവിലെ തന്നെ മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്നേഹപ്പൊതി, അതായത് നമ്മുടെ സ്വന്തം പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പൊതിച്ചോറ് കൊടുത്തു വിടുന്നത് പയറുതോരനുണ്ട്, ഉള്ളിയും മുളകും വഴറ്റിയതുണ്ട്, അത് നമ്മളൊരു ചമ്മന്തിക്ക് പകരമായിട്ട് റെഡിയാക്കുന്നതാണ്. പിന്നെ ഓംലെറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഒലിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ പെറ്റാണ്. അതിൻ്റെ ശബ്ദം നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബഹളത്തിലാണ് കേട്ടോ. ഇത് രാത്രിയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കി, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ഒന്ന് ചൂടാക്കി എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പയറുതോരനും അതുപോലെ തന്നെ ഉള്ളിയും മുളകും വഴറ്റിയതും ഒക്കെ കൂടെ വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ ഡബിൾ ഓംലെറ്റ് മൊത്തത്തിൽ വെച്ചിട്ട് അതങ്ങ് അടച്ചു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാറാണ്. ഇപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് പൊതിച്ചോറ് കിട്ടുന്ന ദിവസം ദോശയോ സാമ്പാറോ ഇഡലിയോ സാമ്പാറോ ആയിരിക്കും. ഒരു ദിവസം മാത്രമാണ് പുളിശ്ശേരി വെച്ചിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിട്ടത്. അല്ലാതെ എപ്പോഴും നമ്മൾ സാമ്പാർ തന്നെയാണ് കൊടുത്തു വിടുന്നതെന്ന്. പക്ഷേ ഇത് എളുപ്പമായതുകൊണ്ടും കഴിക്കേണ്ട ആൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ആയതുകൊണ്ടുമാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചു. ഇനി ഒരു ബൈ ബൈ പറച്ചിൽ സമയമാണ്. ഒരാഴ്ചയൊക്കെ നമ്മളൊരു 4-5 ദിവസം കൂടെ നിന്നിട്ട് പിന്നെ ഒരാഴ്ച മിസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് കുഞ്ഞിനെ മിസ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊരു ചെറിയ സർപ്രൈസാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.